ഇത് ഞാനിപ്പോൾ വന്നിരിക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ അക്കോമഡേഷൻ്റെ ആ ഒരു സ്ഥലത്തു നിന്ന് നമ്മളുടെ വിൻഡോ തുറന്നിട്ടുള്ള ഒരു വെളിയിലത്തെ ഒരു ദൃശ്യമാണ്. രാത്രികാലങ്ങളിൽ ഈ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്തും എന്നല്ലാതെ, വഴിയിലെല്ലാം ഈ ഒരു ലൈറ്റ് ഉണ്ടാവും എന്നല്ലാതെ പകൽ സമയത്ത് ഈ ഒരു ലൈറ്റൊന്നും ഉണ്ടാവില്ല. അതൊഴിച്ച് ബാക്കി വാഹനങ്ങളുടെ ആ ഒരു സാന്ദ്രതയ്ക്കോ ട്രാഫിക്കിനോ ജനങ്ങളുടെ സാന്ദ്രതയ്ക്കോ ഒന്നും ഒരു കുറവുമില്ല. അത് രാവും പകലും ഒരുപോലെ തന്നെയാണ്. ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. രാവും പകലും ജനങ്ങളും അതേമാതിരി തന്നെ വണ്ടിയുടെ കുത്തൊഴുക്കും എല്ലാം തന്നെ റോഡുകളിൽ കാണാം. വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരേ ഒരു വ്യത്യാസം, രാത്രി എല്ലാ ബൾബുകളും തെളിയും, പകൽ സമയത്ത് ബൾബുകളൊന്നും തെളിയില്ല, അത്രയേ ഉള്ളൂ. ഓരോരുത്തരും താമസിക്കുന്ന റൂമുകളിലും സ്ഥിതി ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ചിലർ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ചിലർ വെറുതെ ഇരിക്കുന്നുണ്ടാവും, ചിലർ പാചകങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. ചില ആളുകൾ സുഹൃത്തുക്കളുമായി അവരവരുടെ റൂമുകളിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരത്തിൽ ഏർപ്പെടുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടെ എന്നല്ല, അബുദാബിയിൽ എന്നല്ല, എല്ലാവിടെയും ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. ഇത് അബുദാബിയിലുള്ള ഏതോ ഒരു ഒരുപാട് മലയാളി സംഘടനകളൊക്കെ ഇവിടെയുണ്ട്. അതിൽ ഒരു മലയാളി സംഘടന നടത്തുന്ന ഓണാഘോഷ ചടങ്ങുകളുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. എല്ലാവിധ കേരളീയ വിഭവങ്ങളും, പ്രത്യേകിച്ചും പൊറോട്ട സ്റ്റാള്, പൊറോട്ട, ബീഫ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, മറ്റുള്ള കേരളത്തിലെ വേറെ എന്തെല്ലാമാണോ കേരളത്തിലെ പ്രത്യേകതകൾ, അതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മന്ദസമീരനിൽ ഒഴുകിയൊഴുകിയെത്തും ഇന്ദ്രചാപം നീ, മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. അബുദാബിയിലാവട്ടെ ഇല്ലെങ്കിൽ ദുബായിലാവട്ടെ, അതേപോലെ തന്നെ ഞാൻ താമസിച്ചിട്ടുള്ള മറ്റ് പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഖത്തറിലായാലും ഇവരുടെ നാഷണൽ ഡേ, അതേമാതിരി സ്പോർട്സ് ഡേ, ഇതിനെല്ലാം വലിയ പ്രാധാന്യം കൊടുക്കുകയും വലിയ ആഘോഷമായി അതിനെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെടിക്കെട്ട് നടക്കാൻ പോവുകയാണ്. സ്ഥിരമായിട്ടുള്ള ഇവരുടെ നാഷണൽ ഡേക്കെല്ലാം ഇവർ തുറന്ന ഏതെങ്കിലും സ്ഥലത്ത് ഗംഭീരമായിട്ടുള്ള നല്ല വെടിക്കെട്ട് പ്രദർശനങ്ങളെല്ലാം നടത്തും, കരിമരുന്ന് പ്രയോഗങ്ങൾ, അതെല്ലാം വളരെ രസകരമായിരിക്കും ആ കാഴ്ചകളൊക്കെ. അപ്പോൾ അത് ഒന്ന് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു നല്ല ഫൗണ്ടനും ഇവിടെ കാണാം. ഇവർ ഇത്തരം വെടിക്കെട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഏതെങ്കിലും വിജനമായിട്ടുള്ള തുറന്ന സ്ഥലങ്ങളിലായിരിക്കും, ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിലായിരിക്കില്ല. അത് ഒരുപക്ഷെ ഏതെങ്കിലും കടൽ തീരത്തായിരിക്കും, ചിലപ്പോൾ കടലിൻ്റെ നടുക്ക്, അങ്ങനെയൊക്കെ ഇവർ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട്. അതെല്ലാം 24 മണിക്കൂറും അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിന് അടുത്തുകൂടി തന്നെ ഒരു തോട് ഒഴുകുന്നുണ്ട്. തോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലത്തെ മാതിരി മലിനജലം ഒഴുകുന്ന തോടുകളോ അങ്ങനത്തെ ജലാശയങ്ങളോ ഒന്നും ആയിരിക്കില്ല. ടിക്കറ്റ് നടക്കുന്ന സ്ഥലമേ എവിടെയൊന്നും ഒരു പിടിയും കിട്ടിയില്ല. ഇന്നാണോ ഇനിയിപ്പോൾ നാളെയാണോ എന്നും അറിയില്ല. അപ്പം നമ്മളിങ്ങനെ നടക്കുന്നു. അപ്പം നമ്മളെന്തായാലും വെടിക്കെട്ട് പ്രതീക്ഷിച്ച് വന്നത് നമ്മൾക്ക് തെറ്റുപറ്റിപ്പോയി. നമ്മൾക്കൊരു റോങ് ഇൻഫർമേഷൻ കിട്ടിയതാണ്. അത് അടുത്ത ദിവസമാണ് അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. എന്തായാലും നമ്മൾ നല്ല കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾക്ക് ഈ കാണാൻ കഴിയുന്ന ബിൽഡിങ് എന്ന് പറയുന്നത് ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലാണത്. ആ തോടിന് അപ്പുറത്ത് തന്നെ ഒരു 5 സ്റ്റാർ, അബുദാബിയിലെ ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലാണ്. അപ്പം നമ്മളിങ്ങോട്ട് വരുന്ന വഴി തന്നെ നമ്മൾക്ക് പത്തേമാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ വഴിയിൽ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അധികവും പോകുമ്പോൾ അവിടെ നിന്നും എന്തെങ്കിലും ഒന്ന് രുചിച്ചിട്ടായിരിക്കും പോവുക. നമ്മളുടെ റൂമിൽ ഭക്ഷണമെല്ലാം ഉണ്ട്. എങ്കിലും ആ പത്തേമാരി എന്നുള്ള പേര് കണ്ടപ്പോൾ ഒരു കൗതുകം.
അപ്പോൾ എന്താണെന്നറിയാം. മലയാളത്തിലാണ് പത്തേമാരി, അല്ലെങ്കിൽ പത്തേമാരി മലയാളത്തിലുള്ള ഒരു വേർഡാണല്ലോ. അപ്പോൾ അത് മലയാളികളുടെ തന്നെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പോയി നമ്മളുടെ കേരളീയ വിഭവമോ ഇല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്തെങ്കിലും ഐറ്റമോ എന്തെങ്കിലും രുചിച്ചിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ റൂമിലേക്ക് വിടുകയാണ്. ഇത് അബുദാബിയിലെ ഒരു അവധി ദിവസത്തെ ഞങ്ങളുടെ സായന്തനം, ഒരു വൈകുന്നേര കാഴ്ചയാണ്. നല്ല രസമുള്ള ഒരു ബീച്ചാണ്. വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി ഏതോ വാസന്ത കേളി നുകയാ വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന. എനിക്ക് തോന്നിയിട്ടുള്ളത് ദുബായിയേക്കാൾ നമ്മളുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ജാസ്തിയുള്ളത് അബുദാബിയിലാണ് എന്നാണ് തോന്നുന്നത്. ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മൾക്ക് അബുദാബിയിൽ കാണാൻ കിട്ടുന്നുണ്ട്, ഒരുപാട് പൈസ ചിലവില്ലാതെ തന്നെ. വൈകുന്നേരങ്ങളിൽ ഈ ബീച്ചിലൊക്കെ വന്ന് ഇരിക്കുന്നത് തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. കാരണം അത്രയ്ക്കും വൃത്തിയുള്ള ബീച്ചാണ്. അതുമാത്രമല്ല അവിടുത്തെ പലതരത്തിലുള്ള കാഴ്ചകൾ, അതേമാതിരിയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം ബിൽഡിങ്ങുകളിലെ ആ ഒരു കാഴ്ചകളെല്ലാം തന്നെ വളരെ രസകരമാണ്. മോഹം കൊണ്ട് ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി. നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടി പോയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ UAE കാഴ്ചകളുടെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.